സ്കൂൾ ഒളിമ്പിക്സ് വിശദാംശങ്ങളിലേക്കാണ് മനീഷിലേക്ക് പോവുകയാണ് നമ്മൾ. മനീഷ്, ഇപ്പോൾ സ്കൂൾ ഒളിമ്പിക്സ് ആരംഭിച്ചിരിക്കുകയാണ്. ഇനി കുട്ടി താരങ്ങൾ നാളെ തൊട്ട് മത്സര രംഗത്തേക്ക് ഇറങ്ങുകയാണ്. എന്തൊക്കെയാണ് ഒരുക്കങ്ങൾ? ഇന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. മഴ ആവേശം കുറയ്ക്കുന്നുണ്ടോ? വിവരങ്ങൾ. അഖില, വർണ്ണാഭമായ തുടക്കമാണ് യൂണിവേഴ്സിറ്റി കോളേജ് ഗ്രൗണ്ടിൽ ഈ 67ാമത് സ്കൂൾ കായികമേളയ്ക്ക് ഉണ്ടായിരിക്കുന്നത്. അഖില സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മഴയുടെ ഒരു ആശങ്ക ആദ്യം മുതൽക്ക് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ ഉദ്ഘാടന ചടങ്ങ് നടന്ന് ഇതുവരെയുള്ള ഈ കലാപരിപാടികൾ പുരോഗമിക്കുന്ന പോലും ഇത്രയും നേരം ഒരു മഴ പെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. അതുകൊണ്ട് തന്നെ വരുന്ന ദിവസങ്ങളിലും മഴ ഒരു രസം കൊല്ലി ആവില്ലെന്ന് തന്നെയാണ് പ്രതീക്ഷ. ഇപ്പോഴും ഇവിടെ ഉദ്ഘാടന പരിപാടികളുമായി ബന്ധപ്പെട്ടുള്ള കലാപരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാണാം, നമ്മുടെ ഈ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഇപ്പോഴും കലാപരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും മുഖ്യമന്ത്രിയുടെ അഭാവത്തിൽ ധനമന്ത്രിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ഏറ്റവും വർണ്ണഭമായ രീതിയിൽ തന്നെയായിരുന്നു ഉദ്ഘാടനം നടന്നത്. മാർച്ച് പാസ്റ്റും അതുപോലെ തന്നെ കുട്ടികളുടെ കലാപരിപാടികളും സൂംബ ഡാൻസും ഒക്കെ തന്നെയായി ഏറ്റവും മനോഹരമായിട്ടായിരുന്നു ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. അതിൽ മാർച്ച് പാസ്റ്റിൽ കോഴിക്കോട് 1ാം സ്ഥാനവും അതുപോലെ തന്നെ വയനാട് 2ാം സ്ഥാനവും സ്വന്തമാക്കുകയും ചെയ്തു. അങ്ങനെ മത്സരങ്ങൾക്ക് ആവേശങ്ങൾക്ക് ആരംഭം കുറിച്ചിരിക്കുകയാണ്. ഇനി നാളെയായിരിക്കും മത്സരങ്ങൾ, അതായത് പൂർണ്ണമായി മത്സരങ്ങളിലേക്ക് കിടക്കുക. നാളെ രാവിലെ മുതൽ തന്നെ ട്രാക്കിലും ഫീൽഡിലുമൊക്കെ മത്സരങ്ങൾ ആരംഭിക്കും. ഇപ്പോഴിവിടെ കലാപരിപാടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി, അവിടെ കലാപരിപാടികൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. 20,000-ത്തിലധികം കുട്ടിത്താരങ്ങൾ ഇനി ഓരോരോ മത്സരങ്ങളിലായി പങ്കെടുക്കും. ഇന്ന് വർണ്ണാഭമായൊരു തുടക്കമായിരുന്നു കായികമേളയ്ക്കുണ്ടായിരുന്നത്. വിദ്യാർത്ഥികളുടെ വർണ്ണാഭമായ മാർച്ച് പാസ്റ്റ് ഉണ്ടായിരുന്നു. അതോടെയാണ് സ്കൂൾ ഒളിമ്പിക്സിന് തുടക്കമായത്. നാളെ ആരംഭിക്കുന്നതാണ് മത്സരങ്ങളൊക്കെ. സജ്ജീകരണങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. മഴ ഇപ്പോഴും വലിയ വില്ലനൊന്നുമായല്ല അവിടെ നിൽക്കുന്നത് എന്ന് തന്നെയാണ് മനീഷ് പറയുന്നത്. മനീഷ് മാത്യുവാണ് വിവരങ്ങൾ നൽകിയത്.